സാമൂഹ്യശാസ്ത്രം ക്വിസ് മത്സരത്തിൻ്റെ ചില സുപ്രധാന ചോദ്യങ്ങളിലൂടെ നാം കടക്കുകയാണ്. ആദ്യത്തെ ചോദ്യം, ഇന്ത്യൻ തപാൽ സ്റ്റാമ്പിൻ്റെ ആദ്യം മുദ്രണം ചെയ്യപ്പെട്ട ചിത്രം ഏതായിരുന്നു? ആദ്യമായി തപാൽ സ്റ്റാമ്പിൽ മുദ്രണം ചെയ്യപ്പെട്ട ചിത്രം ഏതായിരുന്നു? നമ്മുടെ ദേശീയ പതാകയാണ് ആദ്യമായി ഇന്ത്യൻ തപാൽ സ്റ്റാമ്പിൽ മുദ്ര ചെയ്യപ്പെട്ട ചിത്രം. അടുത്ത ചോദ്യം, ഇന്ത്യൻ ദേശീയ പതാകയുടെ ചിത്രമാണ് നിങ്ങൾ കാണുന്നത്. അടുത്തത്, നായാടി യുഗം എന്നറിയപ്പെടുന്ന ശിലായുഗം ഏതാണ് എന്നുള്ളതാണ്. പ്രാചീന ശിലായുഗത്തെയാണ് നായാടി യുഗം എന്ന് പറയുന്നത്. 2017 100-ാം വാർഷികം ആഘോഷിക്കുന്ന മഹാത്മാഗാന്ധി പങ്കെടുത്ത ഇന്ത്യയിലെ സത്യാഗ്രഹം ഏത്? ചമ്പാരൻ സത്യാഗ്രഹം. അടുത്ത ചോദ്യം, ഭൂപടങ്ങളെക്കുറിച്ച് പഠിക്കുന്ന ശാസ്ത്രശാഖ ഏതാണ്? കാർട്ടോഗ്രഫി എന്നാണ് അറിയപ്പെടുന്നത് ഭൂപടങ്ങളുടെ പഠനം. അടുത്ത ചോദ്യം, അന്തരീക്ഷത്തിൽ ഏറ്റവും കൂടുതൽ അടങ്ങിയിട്ടുള്ള ഹരിതഗ്രഹ വാതകം ഏത്? കാർബൺ ഡൈ ഓക്സൈഡാണ് ശരിയായ ഉത്തരം. ഹരിതഗ്രഹ വാതകം അന്തരീക്ഷത്തിലുള്ളത്. കേരളത്തിൽ ആദ്യമായി ജില്ലയ്ക്ക് ഔദ്യോഗിക പുഷ്പം, വൃക്ഷം, ജീവി എന്നിവ പ്രഖ്യാപിച്ച ജില്ല കാസർഗോഡാണ്. പെരിയ പോളത്താളി, വൃക്ഷം കാഞ്ഞിരം, വെള്ളവയറൻ പരുന്താണ് പക്ഷി, പാലപ്പൂവൻ ആമയാണ് ജീവി. കാസർഗോഡ് ജില്ലയിൽ ഒരു പുഷ്പം, വൃക്ഷം, പക്ഷി, ജീവി എന്നിങ്ങനെ രേഖപ്പെടുത്തിയിരിക്കുന്നത് വളരെ വലിയ അഭിമാനമുള്ള കാര്യമാണ്. ഉപദ്വീപീയ ഇന്ത്യയിലെ ഏറ്റവും ഉയരമുള്ള കൊടുമുടി ഏത്? ഉപദ്വീപീയ ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലെ ഏറ്റവും വലിയ കൊടുമുടി ആനമുടി. ക്യൂണിഫോം എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണ്? ആപ്പിൻ്റെ ആകൃതിയിലുള്ളത് എന്നുള്ളതാണ് ക്യൂണിഫോം എന്ന വാക്കിൻ്റെ അർത്ഥം. ആപ്പ് കണ്ടിട്ടുണ്ടാവും. ആപ്പിൻ്റെ ആകൃതിയിലാണ് ക്യൂണിഫോം ലിപി കാണപ്പെടുന്നത്. അച്ചടി യന്ത്രം കണ്ടുപിടിച്ചത് ആരാണ്? ജോഹാൻസ് ഗുട്ടൻബർഗ് ആണ് അച്ചടി യന്ത്രം കണ്ടുപിടിച്ചിട്ടുള്ളത്. അടുത്ത ചോദ്യം, ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം തയ്യാറാക്കിയത് ആര് എന്നുള്ളതാണ്. ശരി ഉത്തരം ജവഹർലാൽ നെഹ്റു എന്നതാണ് ഭരണഘടനയുടെ ആമുഖം. ശ്രീനാരായണ ഗുരു അരുവിപ്പുറം പ്രതിഷ്ഠ നടത്തിയ വർഷം ഏത്? 1888 അരുവിപ്പുറം പ്രതിഷ്ഠ ശ്രീനാരായണ ഗുരുവിൻ്റേത്. വിവിധ സൂഫി വിഭാഗങ്ങൾ ഏത് പേരിൽ അറിയപ്പെടുന്നു എന്നുള്ളതാണ് അടുത്ത ചോദ്യം. സിൽസിലകൾ. സൂഫി സിൽസിലകൾ എന്നുള്ള കാര്യം ഓർത്തിരിക്കുക. ഹൈക്കോടതി ജഡ്ജിമാരെ നിയമിക്കുന്നത് ആര്? ഹൈക്കോടതി ജഡ്ജിമാരെ നിയമിക്കുന്നത് രാഷ്ട്രപതിയാണ്. തുടർന്ന് വരുന്ന ചോദ്യം നോക്കുക. വംശനാശ ഭീഷണി നേരിടുന്ന ജീവജാലങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്ന പുസ്തകം ഏതാണ്? റെഡ് ഡാറ്റ ബുക്ക് എന്നാണ് ആ പുസ്തകം അറിയപ്പെടുന്നത്. വംശനാശ ഭീഷണി നേരിടുന്ന ജീവികളുടെ ലിസ്റ്റ്. കേരള നിയമസഭയിൽ ഏറ്റവും കൂടുതൽ തവണ ബജറ്റ് അവതരിപ്പിച്ച ധനകാര്യമന്ത്രി KM മാണി. ബജറ്റ് കൂടുതൽ തവണ അവതരിപ്പിച്ച KM മാണി അവരുകളാണ്. സൗരയൂഥത്തിൽ സൂര്യനിൽ നിന്നും ഏറ്റവും അകലെയുള്ള ഗ്രഹം ഏത്? നെപ്റ്റ്യൂണാണ് സൗരയൂഥത്തിൽ നിന്ന് ഏറ്റവും അകലെയുള്ള ഗ്രഹം. ഇന്ത്യയിൽ സൂര്യോദയം ആദ്യം ദൃശ്യമാകുന്ന സംസ്ഥാനം ഏതാണ്? നമുക്കറിയാം, അരുണാചൽ പ്രദേശ്. അരുണോദയം ആദ്യം കാണുന്നത് അരുണാചൽ പ്രദേശ്. അരുണം എന്ന് പറഞ്ഞാൽ സൂര്യൻ എന്നുള്ളതാണ് അർത്ഥം. അനിമോമീറ്റർ എന്ന ഉപകരണം എന്തിനാണ് ഉപയോഗിക്കുന്നത്? കാറ്റിൻ്റെ വേഗത അളക്കാനാണ് അനിമോമീറ്റർ ഉപയോഗിക്കുന്നത്. അനിമോമീറ്റർ. രാജസ്ഥാൻ മരുഭൂമിയിലൂടെ ഒഴുകുന്ന പ്രധാന നദി ഏതാണ് എന്നുള്ളതാണ് ചോദ്യം. ഉത്തരം ലൂണി. അടുത്ത ചോദ്യം, 66 ഡിഗ്രി ദക്ഷിണ അക്ഷാംശത്തിൻ്റെ പേര്. 66 ഡിഗ്രി ദക്ഷിണ അക്ഷാംശത്തിൻ്റെ പേര് അന്റാർട്ടിക് വൃത്തം എന്നുള്ളതാണ്. അടുത്ത ചോദ്യത്തിലേക്ക് കിടക്കാം. കേരളത്തിലെ ഏത് ജില്ലയിലാണ് കർണാടക, തമിഴ്നാട് എന്നീ 2 സംസ്ഥാനങ്ങളുമായി ഏത് ജില്ലയാണ് അതിർത്തി പങ്കിടുന്നത്? വയനാട് ജില്ലയാണ്. 2025 ജൂലൈയിൽ കാർ അപകടത്തിൽ അന്തരിച്ച പോർച്ചുഗീസ് ഫുട്ബോൾ താരം ഏതാണ് എന്നുള്ളതാണ് ചോദ്യം. ദിയാഗോ ജോട്ട. ഇന്ത്യൻ ഭരണഘടനയിൽ മൗലിക അവകാശങ്ങൾ എന്ന ആശയം ഇന്ത്യ സ്വീകരിച്ചത് ഏത് രാജ്യത്തിൽ നിന്നാണ്? അമേരിക്ക എന്നതാണ് ശരിയായ ഉത്തരം. മലേറിയ മുക്തമായി പ്രഖ്യാപിക്കപ്പെട്ട ആമസോൺ മേഖലയിലെ ആദ്യ രാജ്യത്തിൻ്റെ പേര് സുരിനാം. മലേറിയ മുക്ത രാജ്യം. അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലെത്തിയ ആദ്യത്തെ ഇന്ത്യക്കാരൻ ആര്? ശുഭാംശു ശുക്ല. പുതിയ ഒരു ചോദ്യമാണ്, റീസെൻ്റായിട്ട് വന്നിട്ടുള്ള ഒരു വിവരമാണിത്. 2025 ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പിലെ വിജയിച്ച രാജ്യം ദക്ഷിണാഫ്രിക്ക. ഭൂമിയിലെ ഏറ്റവും വലിയ സമുദ്രം ഏതാണ്? പസഫിക് സമുദ്രം.
പസഫിക് സമുദ്രം, ലോകത്തിലെ ഏറ്റവും വലിയ സമുദ്രം. 2025 ഓഗസ്റ്റ് 23 ദേശീയ ബഹിരാകാശ ദിനത്തിൽ ഡൽഹിയിൽ ആര്യഭട്ട ഗാലറി ഉദ്ഘാടനം ചെയ്തത് ആരാണ് എന്നതാണ് ചോദ്യം. ആര്യഭട്ട ഗാലറി ഉദ്ഘാടനം ചെയ്തത് ആര്? 2025 ഓഗസ്റ്റ് 23 ശുഭാംശു ശുക്ലയാണ് അത് ഉദ്ഘാടനം ചെയ്തത്. കേരളത്തിലെ പശ്ചിമഘട്ടത്തിൽ നിലകൊള്ളുന്ന പ്രധാന മഴക്കാട് ഏതാണ്? സൈലന്റ് വാലി മഴക്കാട്, സൈലന്റ് വാലി. ഇന്ത്യൻ റിസർവ് ബാങ്ക് സ്ഥാപിതമായ വർഷം ഏതാണ് എന്നുള്ളതാണ്. 1935 അത് സ്ഥാപിതമായത്. നാസ അടുത്തിടെ കണ്ടെത്തിയ യുറാനസിൻ്റെ 29ാമത്തെ ഉപഗ്രഹത്തിൻ്റെ പേരെന്താണ്? S/2025U1. കുട്ടികൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ കണ്ടെത്താനും തടയാനുമായി വിദ്യാഭ്യാസ വകുപ്പ് ആരംഭിച്ച പദ്ധതി അറിയപ്പെടുന്നത് സുരക്ഷാ മിത്രം എന്ന പേരിലാണ്. ഇന്ത്യയിലെ ആദ്യത്തെ സുസ്ഥിര വ്യോമയാന ഇന്ധന പ്ലാന്റ് പ്രവർത്തനം ആരംഭിക്കുന്നത് എവിടെ വെച്ചാണ്, എന്നാണ്, എവിടെയാണ്? പാനിപ്പത്ത് എന്നുള്ളതാണ് ഉത്തരം. ഇന്ത്യക്ക് ഒരു പ്രസിഡന്റ് ഉണ്ടായിരിക്കണമെന്ന് വ്യവസ്ഥ ചെയ്യുന്ന ഭരണഘടനാ അനുച്ഛേദം എത്രാമത്തേതാണ്? 52. അടുത്ത ചോദ്യം, അടുത്തിടെ ഇറ്റലി സന്ദർശിച്ച ഇന്ത്യൻ നാവികസേന കപ്പൽ ഏതാണ്? ഇറ്റലി സന്ദർശിച്ച ഇന്ത്യൻ നാവികസേന കപ്പൽ INS തമാൽ എന്നതാണ് ശരിയായ ഉത്തരം. INS തമാൽ. ഗാന്ധിജി ദക്ഷിണാഫ്രിക്കയിൽ ആരംഭിച്ച പത്രം ഏതാണ്? ഇന്ത്യൻ ഒപ്പീനിയൻ. ഇന്ത്യൻ ഒപ്പീനിയൻ. ഇന്ത്യയിൽ പോലീസ്, ഫയർഫോഴ്സ്, ആംബുലൻസ് തുടങ്ങിയ അടിയന്തര സേവനങ്ങൾക്കായി നിലവിലുള്ള ഏകീകൃത സഹായ നമ്പർ ഏതാണ്? 112. കരിമ്പ് ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം ഏതാണ്? കരിമ്പ് ഉത്തർപ്രദേശ്. അതാണ് കരിമ്പ് ഉൽപ്പാദിപ്പിക്കുന്ന ഏറ്റവും വലിയ സംസ്ഥാനം. ഏറ്റവും പഴക്കമുള്ള വേദം ഏതാണ് എന്നുള്ള ചോദ്യം നൽകിയിരിക്കുന്നു. ഉത്തരം ഋഗ്വേദം. ഏറ്റവും പഴക്കമുള്ള വേദം ഋഗ്വേദം. കേരള ചലച്ചിത്ര സംഘടനയായ അമ്മയുടെ തലപ്പത്തേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട ആദ്യ വനിത ശ്വേത മേനോൻ. 2025 ഓഗസ്റ്റിൽ കിഴക്കൻ അറ്റ്ലാന്റിക് സമുദ്രത്തിൽ രൂപം കൊണ്ട ചുഴലിക്കാറ്റ് ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? സ്വദേശാഭിമാനി പത്രത്തിന്റെ സ്ഥാപകൻ ആര് എന്നുള്ളതാണ് അടുത്ത ചോദ്യം. അടുത്തത്, ഇന്ത്യയിലെ ആദ്യ ഡിജിറ്റൽ സാക്ഷരതാ സംസ്ഥാനം ഏതാണ്? അടുത്തത്, ഖാദിയെ സ്വാതന്ത്ര്യത്തിന്റെ അംഗവസ്ത്രം എന്ന് വിശേഷിപ്പിച്ചത് ആരാണ്? മഹാത്മാഗാന്ധിജി. എൻ്റെ ഗുരുനാഥൻ എന്ന് ജവഹർലാൽ നെഹ്റു വിശേഷിപ്പിച്ചത് ആരെയാണ്? Whom did Jawaharlal Nehru refer to as my guru? ഉത്തരം രവീന്ദ്രനാഥ ടാഗോർ. അടുത്ത ചോദ്യം, വിജയമെങ്കിൽ വിജയവും മരണമെങ്കിൽ മരണവും ഭയവിഹീനമഖിലവും ജനവും ആഗ്രഹിച്ചിറങ്ങണം. ഇൻ വിച്ച് ഫേമസ് പോയറ്റ് റോട്ട് ദിസ്? വരിക വരിക സഹചര്യ എന്നെഴുതിയ അംശി നാരായണപിള്ളയാണ് ഈ കവിതയും രചിച്ചിരിക്കുന്നത്. ഗാന്ധിജി ഗോപാലകൃഷ്ണ ഗോഖലെയെ ആദ്യമായി കണ്ടുമുട്ടിയ വർഷം ഏതാണ് എന്നുള്ളതാണ് ചോദ്യം. ഇൻ വിച്ച് ഇയർ ഡിഡ് ഗാന്ധിജി ഫസ്റ്റ് മീറ്റ് ഗോപാലകൃഷ്ണ ഗോഖലെ? ഉത്തരം 1896 അദ്ദേഹം ഗോപാലകൃഷ്ണ ഗോഖലെയെ കണ്ടെത്തിയത്. അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ ആക്സിയം 4 ദൗത്യത്തിൻ്റെ ഭാഗമായി ശുഭാംശു ശുക്ല പോയ സംഘമേതാണ്? ആക്സിയം 4 ശുഭാംശു ശുക്ല. ലോകത്തിലെ ആദ്യത്തെ പരമ്പരാഗത വിജ്ഞാന ഡിജിറ്റൽ ലൈബ്രറി ആരംഭിച്ച രാജ്യം ഏതാണ്? ഏതാണ് ഡിജിറ്റൽ ലൈബ്രറി ആദ്യമായി ആരംഭിച്ച രാജ്യം? ഇന്ത്യയാണ്. ഓൺ ജൂലൈ 12, 2025. 2025 പുരുഷ വിംബിൾഡൺ ജേതാവ് ആരാണ്? പുരുഷ വിംബിൾഡൺ ജേതാവ് ആരാണ്? ഹൂ വൺ ദ 2025 മെൻസ് വിംബിൾഡൺ? യാനിക് സിന്നർ. ഇറ്റലിയിലെ യാനിക് സിന്നറാണ് അതിൻ്റെ വിജയി. ഗാന്ധിജിയുടെ പ്രിയപ്പെട്ട ഭക്തിഗാനമായ രഘുപതി രാഘവ രാജാറാം എന്ന ഗാനത്തിന് സംഗീതം നൽകിയത് വിഷ്ണു ദിഗംബർ പലോസ്കറാണ്. 2024 OV വിജയൻ സ്മാരക ചെറുകഥാ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? OV വിജയൻ പേരിലുള്ള പുരസ്കാരം സന്തോഷ് എ ചിക്കാനത്തിനാണ് ലഭിച്ചിരിക്കുന്നത്. ഗാന്ധിജിയുടെ ആദ്യ കേരള സന്ദർശനം ഏത് സംഭവവുമായി ബന്ധപ്പെട്ടതായിരുന്നു? ഗാന്ധിജി കേരളത്തിൽ 5 തവണ സന്ദർശിച്ചിട്ടുണ്ട്. ആദ്യത്തെ സന്ദർശനം
ഖിലാഫത്ത് പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. അടുത്ത ചോദ്യം, സ്വതന്ത്ര ഇന്ത്യയുടെ താത്കാലിക ഗവൺമെൻറ് രൂപീകൃതമായത് എവിടെയായിരുന്നു എന്നതാണ്. താത്കാലിക ഗവൺമെൻറ് രൂപീകൃതമായത് സിംഗപ്പൂർ എന്ന സ്ഥലത്താണ്. അടുത്ത ചോദ്യം, ഏഷ്യാറ്റിക് ഗെയിംസിനെ ഏഷ്യൻ ഗെയിംസ് എന്ന് പുനർനാമകരണം ചെയ്തത് ആരാണ്? ഹു റീനെയിംഡ് ദ ഏഷ്യാറ്റിക് ഗെയിംസ് ആസ് ദ ഏഷ്യൻ ഗെയിംസ്? ജവഹർലാൽ നെഹ്റു ആണ് അങ്ങനെയൊരു നാമകരണം നടത്തിയിരിക്കുന്ന മഹത് വ്യക്തി. ഗാന്ധിജി ജനിച്ച വീട് ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? ഗാന്ധിജി ജനിച്ച വീട് ഇപ്പോൾ അറിയപ്പെടുന്നത് ഏത് പേരിലാണ്? കീർത്തി മന്ദിർ എന്നാണ് അറിയപ്പെടുന്നത്. കീർത്തി മന്ദിർ. ഗാന്ധിജിയുടെ സ്വാതന്ത്ര്യ സമര അനുഭവ കാലങ്ങളിൽ രാജാരാമവർമ്മയുടെ മകൾ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിൽ അടയാളപ്പെടുത്തിയതുമായ സ്ത്രീരത്നമാണ് ചിത്രത്തിൽ കാണുന്ന കൗമുദി ടീച്ചർ. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിൽ മറക്കാനാവാത്ത ഒരിടമാണിത്. ഏതാണ് ഈ ചരിത്ര സ്മാരകം? ആഗാഖാൻ കൊട്ടാരം. ആഗാഖാൻ കൊട്ടാരം. കേരളത്തിലെ ഏത് സർവകലാശാലയ്ക്കാണ് ആദ്യമായി ഗ്രീൻ ഇൻസ്റ്റിറ്റ്യൂഷൻ സർട്ടിഫിക്കറ്റ് ലഭിച്ചത്? ഗ്രീൻ ഇൻസ്റ്റിറ്റ്യൂഷൻ സർട്ടിഫിക്കറ്റ് ഫോർ ദ ഫസ്റ്റ് ടൈം കുസാറ്റ് യൂണിവേഴ്സിറ്റിയാണ്. കൊച്ചിൻ യൂണിവേഴ്സിറ്റിയാണ് കുസാറ്റ്. നെഹ്റുവിൻ്റെ ജന്മദിനമായ നവംബർ 14 ശുഭദിനമായി ആചരിക്കാൻ തുടങ്ങിയത് ഏതു വർഷം മുതലാണ്? 1928 ബർദോളിയിലെ നികുതി നിഷേധ സമരം നയിക്കാൻ ഗാന്ധിജി ചുമതലപ്പെടുത്തിയത് ആരെയാണ് എന്നുള്ളതാണ് ചോദ്യം. ഉത്തരം സർദാർ വല്ലഭായ് പട്ടേൽ. അടുത്ത ചോദ്യം, 2025 സാഫ് അണ്ടർ 19 ഫുട്ബോൾ ജേതാക്കൾ ആരാണ്? സാഫ് അണ്ടർ 19 ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പ് ആർക്കാണ് നേടാൻ സാധിച്ചത്? ഇന്ത്യ. അടുത്ത ചോദ്യം, 1940 ഗാന്ധിജി ആരംഭിച്ച വ്യക്തി സത്യാഗ്രഹത്തിൻ്റെ ആദ്യ സത്യാഗ്രഹിയായി അറിയപ്പെടുന്നത് ആരാണ്? 1940 ജവഹർലാൽ നെഹ്റു ആണ് അങ്ങനെ അറിയപ്പെടുന്ന മഹത് വ്യക്തി. അടുത്ത ചോദ്യം, ഗാന്ധിജിയുടെ ആദ്യ ജയിൽവാസം ഏതു വർഷം ആയിരുന്നു? ഗാന്ധിജിയുടെ ജയിൽവാസം ഏതു വർഷമായിരുന്നു? ഇൻ വിച്ച് ഇയർ വാസ് ഗാന്ധിജീസ് ഫസ്റ്റ് ഇംപ്രിസൺമെൻറ്റ്? 1908 1908 ആണ് ശരിയായ ഉത്തരം. അടുത്ത ചോദ്യം, ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷൻ ISRO വിഭാവനം ചെയ്ത് തുടക്കം കുറിച്ചത് ആരാണ്? ISRO ജവഹർലാൽ നെഹ്റുവിൻ്റെ ആഭിമുഖ്യത്തിലാണ് അതിൻ്റെ പ്രവർത്തനവും ആരംഭിച്ചിട്ടുള്ളത്. 1931 ഗുരുവായൂർ സത്യാഗ്രഹത്തിൻ്റെ നേതാവ് ആര്? ഗുരുവായൂർ സത്യാഗ്രഹത്തിൻ്റെ നേതാവ്, ഹു വാസ് ദ ലീഡർ ഓഫ് ദ 1931 ഗുരുവായൂർ സത്യാഗ്രഹ? കേളപ്പൻ. വളരെ അറിയുന്ന ഒരു ഉത്തരമാണ് നമുക്ക് അല്ലേ. സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ സംസ്ഥാന ഗവർണറായ വനിത ആരാണ്? നല്ലൊരു ചോദ്യമാണ്. ഹു വാസ് ദ ഫസ്റ്റ് വുമൺ ഗവർണർ ഓഫ് ആൻ ഇന്ത്യൻ സ്റ്റേറ്റ് ആഫ്റ്റർ ഇൻഡിപെൻഡൻസ്? സരോജിനി നായിഡു. ഉത്തർപ്രദേശിലാണ് അവരുടെ ജനനം. അടുത്തത്, 2023 ഏഷ്യൻ ഗെയിംസ് വനിതാ ക്രിക്കറ്റിൽ സ്വർണ്ണ മെഡൽ നേടിയ ഇന്ത്യൻ ടീമിലെ മലയാളി താരം ആരാണ്? ഹു വാസ് ദ മലയാളി പ്ലെയർ ഇൻ ദ ഇന്ത്യൻ വുമൻസ് ക്രിക്കറ്റ് ടീം? മിന്നുമണി. അടുത്ത ചോദ്യം, ഐ വാണ്ട് ഫ്രീഡം ദ സൂണർ ഇറ്റ് ഈസ് അച്ചീവ്ഡ് ബിഫോർ ദ നെക്സ്റ്റ് സൺറൈസ്. എനിക്ക് സ്വാതന്ത്ര്യം വേണം, അടുത്ത സൂര്യോദയത്തിന് മുൻപ് ലഭിക്കുമെങ്കിൽ അത്രയും വേഗം. ഏത് സമരത്തിന് ആഹ്വാനം ചെയ്തുകൊണ്ടാണ് ഗാന്ധിജി ഇങ്ങനെ പറഞ്ഞത്? എനിക്ക് സ്വാതന്ത്ര്യം വേണം, അടുത്ത സൂര്യോദയത്തിന് മുൻപ് ലഭിക്കുമെങ്കിൽ അത്രയും വേഗം എന്ന് ഗാന്ധിജി പറഞ്ഞത് ഏത് സമരത്തെയാണ്? ക്വിറ്റ് ഇന്ത്യ. എൻ്റെ ചിത്രമാണ് കൊടുത്തിരിക്കുന്നത്. ക്വിറ്റ് ഇന്ത്യ. അടുത്ത ചോദ്യം, നെഹ്റുവിൻ്റെ തൂലികാനാമം എന്തായിരുന്നു? നെഹ്റുവിൻ്റെ തൂലികാനാമം, വാട്ട് വാസ് ദ നെഹ്റുസ് പെൻ നെയിം? ചാണക്യൻ എന്നുള്ളതാണ് ശരിയായ ഉത്തരം. ചാണക്യ. അടുത്ത ചോദ്യം, ഗാന്ധിജിയുടെ ജന്മസ്ഥലമായ പോർബന്തറിൻ്റെ പഴയ പേര് എന്താണ്? വാട്ട് ഈസ് ദ ഓൾഡ് നെയിം ഓഫ് പോർബന്തർ, ഗാന്ധിജീസ് ബർത്ത് പ്ലേസ്? ശരിയായ ഉത്തരം സുധാമാപൂർ. അടുത്ത ചോദ്യം, ദേശീയോദ്ഗ്രഥനം, സമാധാനം, സ്നേഹം, ഐക്യം എന്നിവ പ്രോത്സാഹിപ്പിക്കാൻ ഓഗസ്റ്റ് 20 സദ്ഭാവന ദിനമായിട്ട് ആചരിക്കുന്നു. ആരുടെ ജന്മദിനമാണത്? രാജീവ് ഗാന്ധിയുടെ ജന്മദിനമാണ്
സദ്ഭാവന ദിനം. 1919 ഗാന്ധിജി ആരംഭിച്ച ഇംഗ്ലീഷ് പത്രത്തിൻ്റെ പേരെന്താണ്? വിച്ച് ഇംഗ്ലീഷ് ന്യൂസ് പേപ്പർ വാസ് സ്റ്റാർട്ടഡ് ബൈ മഹാത്മാ ഗാന്ധിജി ഇൻ 1919? യങ് ഇന്ത്യ. യങ് ഇന്ത്യ. ദ യൂണിറ്റി ഓഫ് ഇന്ത്യ എന്ന പുസ്തകം രചിച്ചത് ആരാണ്? ദ യൂണിറ്റി ഓഫ് ഇന്ത്യ. ഹൂ റോട്ട് ദ ബുക്ക് ദ യൂണിറ്റി ഓഫ് ഇന്ത്യ? ശരി ഉത്തരം ജവഹർലാൽ നെഹ്റു ആണ് എഴുതിയിരിക്കുന്നത് പുസ്തകം ദ യൂണിറ്റി ഓഫ് ഇന്ത്യ. 2024 എഴുത്തച്ഛൻ പുരസ്കാരത്തിന് അർഹനായ വ്യക്തി ആരാണ്? ഹൂ ഈസ് ദ റെസിപ്പിയൻ്റ് ഓഫ് 2024 എഴുത്തച്ഛൻ അവാർഡ്? NS മാധവൻ ആണ് എഴുത്തച്ഛൻ അവാർഡ് ലഭിച്ച വ്യക്തി. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിൽ സുപ്രധാനമായ ഈ സ്ഥലം ഏതാണെന്ന് തിരിച്ചറിയുക. വളരെ എളുപ്പമുള്ള ചോദ്യമാണ്. ഐഡൻറ്റിഫൈ ദ ഇന്ത്യൻ ഫ്രീഡം സ്ട്രഗിൾ. സെല്ലുലാർ ജയിലാണത്. സെല്ലുലാർ ജയിൽ. ഭാരതം എന്ന പേർ കേട്ടാൽ അഭിമാനപൂരിതമാകണം അന്തരംഗം. ഈ കവിത രചിച്ചത് ആരാണ്? കേരളമെന്ന് കേട്ടാലോ തിളയ്ക്കണം ചോര നമുക്ക് ഞരമ്പുകളിൽ. ഹൂ റോട്ട് ദിസ്? വള്ളത്തോൾ നാരായണ മേനോൻ. വളരെ പേരുകേട്ട കവിതയാണ്. ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന സന്യാസി കലാപത്തെ പശ്ചാത്തലമാക്കിയുണ്ടായ സിനിമ നോവൽ ഏതാണ്? ആനന്ദ മഠം എന്നുള്ളതാണ് ശരിയായ ഉത്തരം. ISROയുടെ ഇപ്പോഴത്തെ ചെയർമാൻ ആരാണ്? ISROയുടെ ഇപ്പോഴത്തെ ചെയർമാൻ. ഹൂ ഈസ് ദ കറണ്ട് ചെയർമാൻ ഓഫ് ISRO? ശരിയായ ഉത്തരം V നാരായണൻ. അദ്ദേഹമാണ് ISROയുടെ. ലോക വനിതാ ചെസ് ലോകകപ്പ് കിരീടം നേട്ടം സ്വന്തമാക്കിയ വുമൻസ് ചെസ് കപ്പ് ആരുടേതാണ്? ദിവ്യ ദേശ്മുഖ് ആണ് അത് കരസ്ഥമാക്കിയിരിക്കുന്നത്. ദിവ്യ ദേശ്മുഖ്. നേതാജിയെ അനുഗമിക്കുന്ന ധീര വനിത ആര് എന്നുള്ളതാണ്? ക്യാപ്റ്റൻ ലക്ഷ്മി സെഗാളാണ് ഗാന്ധിജിയെ അനുഗമിക്കുന്ന ധീരവനിത. ചോദ്യോത്തര രൂപത്തിൽ ഗാന്ധിജി രചിച്ച ഗ്രന്ഥം ഏതാണ്? വിച്ച് ബുക്ക് റിട്ടൺ ബൈ ഗാന്ധിജി ഇൻ 1909 ഈസ് ദ ഫോം ഓഫ് എ ക്വസ്റ്റ്യൻ ആൻഡ് ആൻസർ? ഹിന്ദ് സ്വരാജ് എന്ന പുസ്തകമാണത്. ക്വസ്റ്റ്യൻ ആൻഡ് ആൻസർ രൂപത്തിലാണ് അത്. രവീന്ദ്രനാഥ് ടാഗോർ സർ പദവി ഉപേക്ഷിച്ചത് ഏത് സംഭവവുമായി ബന്ധപ്പെട്ടിട്ടാണ്? സർ എന്ന തൻ്റെ പദവി അദ്ദേഹം ഉപേക്ഷിക്കാനുണ്ടായ കാരണം ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല എന്ന സംഭവത്തെ തുടർന്നാണ്. ഇന്ത്യയുടെ ദേശീയ മുദ്രാവാക്യം എന്താണ്? വാട്ട് ഈസ് ദ നാഷണൽ മോട്ടോ ഓഫ് ഇന്ത്യ? വാട്ട് ഈസ് ദ നാഷണൽ മോട്ടോ ഓഫ് ഇന്ത്യ? സത്യമേവ ജയത്തെ. അടുത്ത ചോദ്യം, ഗാന്ധിജി ദക്ഷിണാഫ്രിക്കയിൽ സ്ഥാപിച്ച ആദ്യത്തെ ആശ്രമം ഏത്? ആദ്യത്തെ ആശ്രമം ഏതാണ്? ഫിനിക്സ് എന്ന ആശ്രമമാണ് ഗാന്ധിജി സ്ഥാപിച്ചത്. അടുത്ത ചോദ്യം, ബംഗാൾ വിഭജനം നടന്ന വർഷം ഏത്? 1905 ആണ്. ഇൻ വിച്ച് ഇയർ വാസ് ദ പാർട്ടീഷൻ ഓഫ് ബംഗാൾ? 1905. അടുത്ത ചോദ്യം നോക്കാം. പ്രശസ്തനായ ഈ മലയാളി ആരാണെന്ന് തിരിച്ചറിയൂ എന്നുള്ളതാണ്. അദ്ദേഹം ആരാണ്? വളരെ പ്രശസ്ത വ്യക്തിയായ അദ്ദേഹത്തിൻ്റെ പേരാണ് C. ശങ്കരൻ നായർ. C. ശങ്കരൻ നായർ. യാചകരുടെ രാജകുമാരൻ എന്നറിയപ്പെട്ടിരുന്ന വ്യക്തി ആരാണ്? യാചകരുടെ രാജകുമാരൻ. ഹു വാസ് നോൺ ആസ് ദ പ്രിൻസ് ഓഫ് ബഗേഴ്സ്? മദൻ മോഹൻ മാളവ്യ ആണ് അങ്ങനെ അറിയപ്പെട്ടിരുന്നത്. അടുത്ത ചോദ്യം, ബർദോളി സത്യാഗ്രഹം നടന്നത് ഏത് വർഷമാണ്? ഇൻ വിച്ച് ഇയർ ഡിഡ് ദ ബർദോളി സത്യാഗ്രഹം ടേക്ക് പ്ലേസ്? 1928. ബർദോളി സത്യാഗ്രഹം. ക്വിറ്റ് ഇന്ത്യ, സൈമൺ ഗോ ബാക്ക് എന്നീ മുദ്രാവാക്യങ്ങളുടെ ഉപജ്ഞാതാവ് ആരാണ്? ക്വിറ്റ് ഇന്ത്യ എന്ന സൈമൺ കമ്മീഷൻ ഗോ ബാക്ക് യൂസഫ് മെഹ്റലിയുടെ പ്രഘോഷണമായിരുന്നു അത്. ഇന്ത്യൻ അശാന്തിയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ്? ഇന്ത്യൻ അശാന്തിയുടെ പിതാവ്. ഹൂ ഈസ് നോൺ ആസ് ദ ഫാദർ ഓഫ് ഇന്ത്യൻ അൺറസ്റ്റ്? ബാലഗംഗാധര തിലകനാണ് അശാന്തിയുടെ പിതാവ് എന്നറിയപ്പെടുന്നത്. മലബാർ ലഹള നടന്ന വർഷം ഏതാണ്? മലബാർ ലഹള നടന്ന വർഷം. ഇൻ വിച്ച് ഇയർ ഡിഡ് ദ മലബാർ റെബല്യൻ ഒക്കർ? 1921. നന്നായി പഠിക്കൂ, പരീക്ഷകൾക്ക് വിജയം